ശരി, തിരുവനന്തപുരത്തെ തീരപ്രദേശ ഗ്രാമങ്ങളിൽ കടൽക്ഷോഭം രൂക്ഷമാവുകയാണ്. വലിയ വേളിക്ക് പിന്നാലെ കൊച്ചുവേളിയിലും കടൽക്ഷോഭം രൂക്ഷമാണ്. 200 മീറ്ററിന് മുകളിൽ കടൽ കയറിയിരിക്കുന്നു. നിരവധി വീടുകൾ അപകട ഭീഷണിയിലാണ്. കിണറുകളും ശുചിമുറികളും കടലെടുത്തു. മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് തീരപ്രദേശം സംരക്ഷിക്കേണ്ട നടപടിക്രമങ്ങൾ ആരംഭിക്കണമായിരുന്നു. എന്നാൽ ഫിഷറീസ് വകുപ്പോ നഗരസഭയോ ഒന്നും ചെയ്തില്ല എന്നാണ് പ്രദേശവാസികൾ ആരോപിക്കുന്നത്. സ്ഥലം MLA ആന്റണി രാജു തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് ആക്ഷേപം. വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇടപെടൽ ഉണ്ടാകുമെന്നുമാണ് മന്ത്രി സജി ചെറിയാൻ റിപ്പോർട്ടറിനോട് പറഞ്ഞത്. ഞാനിപ്പോൾ ഇടപെടാം. ഇറിഗേഷൻ വകുപ്പാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധപ്പെടുത്തിയല്ലോ, ഞാനിപ്പോൾ ഇടപെടാം. അരുൺ സോളമൻ അവിടെ നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. വലിയ വേളിയിലെ കടൽക്ഷോഭത്തിന് പിന്നാലെ കൊച്ചുവേളി തീരപ്രദേശങ്ങളിലും കടൽ അതിരൂക്ഷമായിട്ട് കടൽ കവർന്നെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. ട്രോളിംഗ് അവസാനിച്ച് മത്സ്യത്തൊഴിലാളികൾ വലിയൊരു പ്രതീക്ഷയോടെ ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിൽ തിരുവനന്തപുരത്തിന്റെ തീരപ്രദേശങ്ങൾ ഒന്നടങ്കം തീരഗ്രാമങ്ങളെല്ലാം കടൽ കവർന്നെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ഒരു സഹായവും ഒരു ഗവൺമെന്റിന്നോ ഇവിടുത്തെ നാട്ടുകാരെന്നോ ഒന്നും കിട്ടുന്നില്ല. ഞാൻ ഒരു രോഗിയാണ്, ക്ഷയരോഗിയാണ്. എൻ്റെ ഭാര്യ എല്ലാ അസുഖക്കാരാണ്. ഇതുവരെ കടൽ കയറിയിട്ടില്ല. ഇതിനാ നേരം വിളിക്കുന്ന എല്ലാം തന്ത്രമായി മോനെ. മതിലവിടെ പോരാൻ 2 ഭാഗത്തും മതിലുണ്ടെന്ന് എല്ലാം തവിടുപടിയായി. എൻ്റെ വീടും പോകാനായി മോനെ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. ഞങ്ങൾ ഭാവിയാണ് മോനെ, ഒരു നിവൃത്തിയില്ല. കോർപ്പറേഷൻകാരോ ആരും ഗവൺമെൻറ്റോ ആരും ഒന്നും ചെയ്യുന്നില്ല. ഇത്രയും സമയം സഹകരിച്ചിരുന്നു. ഇതാ ഇപ്പോൾ ഇതെല്ലാം ഇടിഞ്ഞു പോയി. വീടും കാര്യങ്ങളും എല്ലാം ഇടിഞ്ഞു പോയി. ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? ഞങ്ങൾ ഇനി വീട്ടിന് എവിടെ പോകണം? ഈ ഒരു മാസം കൊണ്ട് ജോലിക്കൊന്നും പോകാതെ ഇതിനു വേണ്ടി സമാഹരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഒരു പാർട്ടിക്കാരോ ഒരു കൗൺസിലറോ ഒരു പാർട്ടിക്കാർ പോലും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഞങ്ങൾ കഷ്ടപ്പെടാൻ പൈസ ഒതുക്കി വെച്ചിട്ടാണ് ഞങ്ങൾ ചാക്കിൽ മണ്ണാക്കിയിട്ട് പാവങ്ങൾ ആഹാരം വെച്ചത്. ഇവിടെ അടിവാരം തോണ്ടി ഇനി അടുത്ത വീട് പോകും. ശുചിമുറിയും അടുക്കളയും മതലും തെങ്ങുകളും എല്ലാം പോയി. അപ്പോൾ ഇവർ കയ്യിൽ നിന്ന് പൈസ കൊടുത്താണ് മണൽ വാരി കുറേ 10-25 പേരെ കൊണ്ടുവച്ച് സ്വന്തം പൈസ ഉണ്ട്. എൻ്റെ മോനാണ്, ചേട്ടൻ്റെ മോനാണ്. അവൻ്റെ വീടാണ് ഇങ്ങനെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്നത്. വേറെ ഒരു മാർഗവും ഇല്ല. അതാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സങ്കടം. കാരണം ഈ മൺസൂൺ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ തീരപ്രദേശങ്ങളിൽ സിന്തറ്റിക് ജിയോ ബാഗുകളിൽ ക്ലേ നിറച്ച് ഈ തീരം സംരക്ഷിക്കേണ്ടുന്ന ചുമതല സ്ഥലം MLAക്കും വാർഡ് കൗൺസിലറിനൊക്കെ ഉണ്ടായിരുന്നു. നഗരസഭയാണ് ഇതിൽ അടിയന്തരമായിട്ട് ഇടപെടൽ നടത്തേണ്ടിയിരുന്നത്. പക്ഷേ ഈ ഭാഗത്ത് കൊച്ചുവേളി ഭാഗത്ത് ഒരു ഭാഗത്തും സിന്തറ്റിക് ജിയോ ബാഗുകൾ അടുക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചകളും കണ്ടിട്ടില്ല. പൂർണ്ണമായിട്ടും ഇവിടുത്തെ ശുചിമുറികളും തെങ്ങുകളും ഇപ്പോൾ വീടിൻ്റെ അടിത്തറ വരെ ഇളക്കി പോകുന്ന രീതിയിലേക്ക് കടൽ അതിരൂക്ഷമായി മാറിയിരിക്കുന്നു. അത് തന്നെയാണ് നമുക്കിവിടെ ഏറ്റവും സൂചിപ്പിക്കേണ്ടുന്ന ഒരു കാര്യം. എന്തായാലും ഈ വിഷയത്തിൽ അടിയന്തരമായിട്ട് ആന്റണി രാജു MLA ഇടപെടണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. വീഡിയോ ജേർണലിസ്റ്റ് ശിവപ്രസാദിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.